ഹായ് പ്രിയരെ, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കുഞ്ഞു ദീപാവലി ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അമ്മ ഇപ്പോൾ ദാ ബീട്രൂട്ട് കേസരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വേണ്ട ചേരുവകൾ പഞ്ചസാര, റോസ്റ്റഡ് റവ, ബീട്രൂട്ട് അരച്ചത്, പിന്നെ നെയ്യ്, കശുവണ്ടിപ്പരിപ്പ്. ആദ്യം ആ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കശുവണ്ടി നമ്മൾ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ദാ അമ്മ വറുത്ത് കോരിയിട്ടുണ്ട്. വീണ്ടും പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ബീട്രൂട്ട് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യിലേക്ക് ബീട്രൂട്ട് ഒഴിച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബീട്രൂട്ട് നീര് തിളച്ച് വരുമ്പോൾ അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ റവ ചേർക്കാം. എന്നിട്ട് കൈ എടുക്കാണ്ട് കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഏകദേശം ഇളക്കി ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നെയ്യിട്ടിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. വീണ്ടും നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാനിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിലേക്ക് ആവുമ്പോഴത്തേക്കും നമുക്ക് ഏലക്കാപ്പൊടിയും കശുവണ്ടിയും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. അതാ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കശുവണ്ടി ചേർത്തിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു മോൾഡിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് തണുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേസരി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ മുറിച്ചെടുക്കുന്ന ഭാഗത്തിന് കഴിക്കാനായിട്ട് അത് ആ ഒരു മോൾഡിലേക്ക്, നെയ്യ് പരത്തിയ ഒരു മോൾഡിലേക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വിട്ടു പോന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അവൽ വിളയിച്ചത് ഉണ്ടാക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണല്ലോ. ഇത് ആ ഒരു ഉരുളിയിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് ചേർക്കാം. അതിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത് ചേർക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് തേങ്ങയിലേക്ക് പിടിക്കണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്ന അവല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഏലക്കായ് പൊടിച്ചതും ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരുവിധം ശർക്കരയൊക്കെ വറ്റി പാകമായിട്ട് വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ തയ്യാറായിരിക്കുന്ന അവൽ മിശ്രിതത്തിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടി, മുന്തിരി, എള്ള്, പൊട്ടുകടല എന്നിവ ചേർക്കാം. അമ്മ ദാ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ ചേരുവകൾ ചേർത്ത് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവൽ മിശ്രിതത്തിലേക്ക് ചേർക്കാം. എള്ള് വേഗം മൂക്കുന്നത് കാരണം നമ്മൾ അവസാനമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്ത ചേരുവകളെല്ലാം ചേർത്ത് അവലിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അവൽ വിളയിച്ചത് റെഡി. അപ്പം ഞങ്ങളുടെ ദീപാവലി ആഘോഷത്തിൻ്റെ സ്വീറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ദാ കേസരി ഇരിക്കണുണ്ടോ, ഹൽവ പോലെ ഇരിക്കുന്നുണ്ടല്ലേ കേസരി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മധുരം മാത്രമല്ല കേട്ടോ, അമ്മേൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുഞ്ഞി പരിപ്പോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും ഞങ്ങൾ മതിലിൽ ചെരാതൊക്കെ വെച്ചു. ഇത്തവണ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാൽ കത്തുന്ന സർക്യൂട്ട് ചെരാതാണ് കേട്ടോ വെച്ചത്. പിന്നെ ഷൂട്ടിനെ കുറച്ച് പൂവൊക്കെ ബാക്കിയുണ്ടായി. അപ്പോൾ ദാ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് കമ്പിത്തിരി മത്താപ്പൂവൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പം എല്ലാവരും കൂടി കമ്പിത്തിരി മത്താപ്പൂവൊക്കെ കത്തിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ആൻഡ് ബൈ ബൈ ഫ്രം ബാക്ക് പാക്ക് കപ്പിൾ.